എല്ലാവർക്കും നമസ്കാരം. ആരിഫ് ഹുസൈൻ തെരുവത്താണ് കൂടിയുള്ളത്. ആരിഫ്, നമസ്കാരം. നമസ്കാരം. നിമിഷപ്രിയ ആണ് പ്രധാനപ്പെട്ട വിഷയം. അതുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന വ്യക്തികളിൽ ഒരാൾ കൂടിയാണ് ആരിഫ് ഹുസൈൻ. കാന്തപുരത്തിന്റെ ഇടപെടൽ അത് വലിയ ചർച്ചയായിരുന്നു. മാധ്യമങ്ങളും ഇവിടുത്തെ രാഷ്ട്രീയ പ്രമുഖരും ഒക്കെ ആഘോഷിച്ചപ്പോഴും ആരിഫ് ഹുസൈൻ ആദ്യം ഇട്ട പോസ്റ്റ് കാന്തപുരത്തിന്റെ ഹൂത്തി ബന്ധം അന്വേഷിക്കണം, ദുരൂഹമാണ് എന്നാണ്. മാത്രമല്ല, ഇന്ത്യക്ക് ബന്ധമില്ലാത്ത ഒരു രാഷ്ട്രത്തോട് ഇന്ത്യയിലെ ഒരു പ്രമുഖ മത നേതാവിന് എങ്ങനെ ബന്ധമുണ്ടാക്കാൻ സാധിക്കുന്നു എന്നൊരു ആർഗ്യുമെന്റും അല്ലെങ്കിൽ ഒരു ആരോപണം കൂടി ആരിഫ് വെക്കുന്നുണ്ട്. എനിക്ക് ആദ്യം അതിലെ ക്ലാരിഫിക്കേഷൻ ആണ് വേണ്ടത്. ആരിഫ് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കുന്നത്? ഇതിൽ ഈ പറഞ്ഞ വിഷയം തന്നെയാണ്. അതായത് ഹൂത്തികളുടെ നിയന്ത്രണത്തിലുള്ള ഒരു സ്ഥലമാണ് ഈ പറയുന്ന യമൻ എന്ന് പറയുന്നത്. നിലവിൽ അങ്ങനെയാണ്. എന്ന് വെച്ചാൽ അവിടെ ഔദ്യോഗികമായ ഒരു നേരിട്ടുള്ള നയതന്ത്ര ബന്ധം അത് ഇന്ത്യക്ക് സാധ്യമല്ലാതെ നിൽക്കുന്ന ഒരു സ്ഥലമാണ്. മുന്നേ അവിടെ എംബസികളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ ഹൂത്തി പിടിച്ചെടുക്കലുകൾക്കൊക്കെ ശേഷം അതൊക്കെ അവിടെ നിന്ന് മാറ്റപ്പെടുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ട് അത് ഇന്ത്യക്ക് മാത്രമല്ല മറ്റ് പല രാജ്യങ്ങൾക്കുള്ള അവസ്ഥ തന്നെയാണത്. അപ്പോൾ അങ്ങനെ നിൽക്കുന്ന ഒരു ഘട്ടത്തിൽ ഇതുപോലുള്ളൊരു വിഷയം വരുമ്പോൾ ആ വിഷയത്തിൻ്റെ മെറിറ്റിലേക്ക് നമുക്ക് പിന്നെ വരാം. ഈ വിഷയം ഇവിടെ വന്ന് സംഭവിച്ചു കഴിയുമ്പോൾ അതിനകത്ത് ഇടപെടാനുള്ള സാധ്യതകൾ, അതിപ്പോൾ ഏത് രാജ്യത്താണെങ്കിലും അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ ഇന്ത്യ ഇടപെടാറുണ്ട്. പല ആളുകൾക്കും വേണ്ടിയിട്ട് ഇടപെട്ടിട്ടുണ്ട്. ഇപ്പോൾ ഈവൻ അബ്ദുൽ ഖാദർ പുതിയങ്ങാടിയുടെ വിഷയത്തിൽ പോലും ഇന്ത്യൻ ഗവൺമെൻറ് ഇടപെട്ടിട്ടുള്ളത് നമുക്കറിയാവുന്ന കാര്യമാണ്. നേരിട്ട് അതിനകത്ത് ബന്ധമുള്ളതാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യാനുള്ളൊരു സാധ്യത ഉണ്ടായിരിക്കുക. അത് കുറ്റകൃത്യങ്ങളിൽ ഉൾപ്പെടുന്ന ആളുകളുടെ മോചനത്തിന് പോലും അങ്ങനെ മുന്നോട്ട് വരാൻ ഇന്ത്യ നിലപാടെടുക്കുന്ന ഒരു രാജ്യമായിരിക്കുക. ഇവിടെ അത് സാധ്യമല്ലാതെ വരുന്നു, അല്ലെങ്കിൽ ആ പാത ദുർഘടമാകുന്ന ഒരു അവസ്ഥ വരുമ്പോൾ അവിടെ അതിനപ്പുറത്തേക്ക് ചില വഴികൾ തേടുമ്പോൾ അതിൽ മറ്റാരേക്കാളും നമ്മുടെ നാട്ടിലുള്ള കേരളത്തിലുള്ള ഒരു ഉസ്താദിന് ഇത് സാധിക്കുന്നു എന്ന് വരുമ്പോൾ അത് ഒരു ഉസ്താദിന് സാധിച്ചു എന്നതിനേക്കാളപ്പുറം അത് ഇതുപോലെ വാഴ്ത്തപ്പെടുന്ന ഒരു അവസ്ഥയും കൂടി വരുമ്പോൾ ഉസ്താദ് ഇല്ലായിരുന്നു എന്നുണ്ടെങ്കിൽ ആകെ പ്രശ്നമാകുമായിരുന്നു എന്ന ഒരു ഗ്ലോറിഫിക്കേഷൻ, ഒരു ഗ്ലോറിഫിക്കേഷൻ കൂടി ശ്രദ്ധയിൽ പെടുമ്പോഴാണ് നമുക്ക് അത്തരത്തിലുള്ളൊരു ചോദ്യം ഉന്നയിക്കാനുള്ള ഒരു അവസരം വന്നു ചേരുന്നത്. അത് ആ സ്വാഭാവികമായിട്ടുള്ളൊരു ചോദ്യമാണ് നമ്മൾ ചോദിച്ചിട്ടുള്ളൂ. അത് ഇനിയും ചോദിക്കാനുള്ള അവസരമുണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷെ ആരിഫ് കുറച്ചു മുൻപ് ഒരു പോസ്റ്റ് ഇട്ടിരുന്നു സോഷ്യൽ മീഡിയയിൽ, സ്വന്തം ലെറ്റർ പാഡിൽ ക്രെഡിറ്റ് എടുക്കുന്ന കാന്തപുരം എന്നുള്ളത്. അപ്പൊ ആദ്യത്തെ ആരിഫിന്റെ ആർഗ്യുമെന്റുമായി ഇതൊരു കോൺട്രഡിക്ഷൻ ഇല്ലേ ആരിഫ്? അതായത് ഹൂത്തി ബന്ധം ഇങ്ങനെ ആണ് എന്ന ഒരു ആരോപണം വരികയും തൊട്ടടുത്ത സെക്കൻഡിൽ ഇപ്പൊ നമുക്കറിയാം തലാലിന്റെ ബന്ധുക്കളെല്ലാം ഒരു റിബൽ മോഡിലാണ്. പല ആളുകളും അവിടെ എന്തിനാണ് ഈ തരത്തിൽ പോകുന്നത്, വധശിക്ഷയ്ക്ക് അല്ലാതെ ഞങ്ങൾ ഒരു തരത്തിലും വിട്ടുവീഴ്ചയ്ക്കില്ലെന്ന് പറയുന്നു. അപ്പൊ നമ്മളോട് ഇവർ ശാസിക്കുകയാണ്, നിങ്ങൾ ഇനി സോഷ്യൽ മീഡിയയെ കുറിച്ച് സംസാരിക്കരുതെന്ന് പറയുന്നു. അതേപോലെ തന്നെയാണ് ആരിഫ് കുറച്ചു മുൻപ് ഇട്ടൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം, ലെറ്റർ പാഡിൽ ക്രെഡിറ്റ് എടുക്കുന്ന കാന്തപുരം എന്നുള്ളതാണ്. അതിനെ കുറിച്ച് കൂടി ഒന്ന് പറയാം. അത് പറയേണ്ടി വന്നത് എന്താ വെച്ചാൽ ഇത് ഒരു എവല്യൂഷൻ ഉണ്ട് ഇതിനകത്ത്. അതായത് ആദ്യത്തെ ഘട്ടത്തിൽ നമ്മൾ കണ്ടത് കാന്തപുരമാണ് ഇതെല്ലാം ചെയ്തത്, ഇൻക്ലൂഡിങ് നമ്മളുടെ ഇപ്പോൾ ചേകന്നൂർ മൗലവി വധക്കേസിൽ പോലും പരാമർശിക്കപ്പെട്ടുള്ള ഒരു പേരാണ് ഈ കാന്തപുരത്തിൻ്റെത്. അതുപോലെ മറ്റ് പല റിഗ്രസീവ് ആയിട്ടുള്ള കാര്യങ്ങളിലും മുന്നിൽ തന്നെ നിന്നിട്ടുള്ള ഒരു വ്യക്തിയാണ് കാന്തപുരം. അങ്ങനെയുള്ള ഒരു വ്യക്തി ഈ ഒരു വിഷയത്തിൽ ഇടപെട്ടു എന്നതിൻ്റെ പേരിൽ ഒരു ടീമായിട്ട് ഒരു നയതന്ത്ര ബന്ധം നമ്മൾ ഔദ്യോഗികമായിട്ടില്ലെങ്കിലും അതിനൊരു ആക്ഷൻ കമ്മിറ്റിയൊക്കെ രൂപീകരിച്ചുകൊണ്ട് അതിനകത്ത് ഒരുപാട് ആളുകൾ അവിടെ നിന്ന് അതിനു വേണ്ടിയിട്ട് നേതൃത്വം കൊടുക്കുമ്പോൾ അതിലൊരു കണ്ണിയായിട്ടുള്ള കാന്തപുരം എന്ന് പറയുന്ന വ്യക്തി, ആ വ്യക്തി മാത്രമാണ് ഇത് ചെയ്തത്, ആ വ്യക്തി ഇല്ലായിരുന്നെങ്കിൽ ആകെ കുളമാകുമായിരുന്നു എന്നൊരു സംഗതിയാണ് തുടക്കത്തിൽ പുറത്തു വരുന്നത്. അപ്പോൾ അത് വരുന്നത് എങ്ങനെയാണ് വരുന്നത്? അതായത് ഇതിൽ നമ്മൾ അറിയാൻ കഴിഞ്ഞത് ഇദ്ദേഹം ഒരു പോസ്റ്റ്, ഒരു ചിത്രം പുറത്തേക്ക് വിടുകയാണ്, എനിക്ക് കിട്ടിയ കത്ത് എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ ഉത്തരവിൻ്റെ കോപ്പി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കത്ത് പുറത്തേക്ക് വിടുമ്പോൾ അത് സ്വന്തം ലെറ്റർ പാഡിലാണ് അത് പ്രിൻ്റ് ചെയ്ത് വന്നിരിക്കുന്നത്. എന്ന് വെച്ചാൽ APA ഗ്രാൻഡ് മുഫ്തി ഓഫ് ഇന്ത്യ, ആ പേരൊക്കെ ആരാണ് കൊടുത്തതെന്ന് എനിക്കറിയില്ല. നമ്മൾ തമാശക്കാണിൽ പറഞ്ഞ് ഞാൻ എന്നെ വിമൽകുമാർ എന്ന് വിളിക്കുന്ന പോലെ ഒരു വിളിപ്പേര് എന്ന് പറയുന്ന പോലെ സ്വന്തമായിട്ടൊരു പേരൊക്കെ ഇട്ട് അതിനകത്തൊരു ലെറ്റർ പാഡ് അടിച്ച് എന്നിട്ട് അതിനകത്ത് ഇതേപോലെ കത്തും അടിച്ച് പുറത്തേക്ക് വിട്ടിട്ട് എന്തിനാണ് അത് ചെയ്യുന്നത്? ഇപ്പോൾ ഇന്നലെ മനോരമയിൽ നമ്മൾ വായിക്കാൻ കഴിഞ്ഞതിൽ ആ വാട്ടർമാർക്ക് ഇല്ലായിരുന്നെങ്കിൽ പണിയാകെ പാളി പോകുമായിരുന്നു, ഇതിൻ്റെ ക്രെഡിറ്റ് മറ്റു പലരും അടിച്ചെടുക്കുമായിരുന്നു എന്നൊക്കെയുള്ള രീതിയിലാണ് വാർത്ത വരുന്നത്. അപ്പോൾ മാധ്യമങ്ങൾ ഇതിനകത്ത്, ഇവിടുത്തെ പ്രമുഖ മാധ്യമങ്ങൾ ഇതിനകത്ത് കാണിച്ചിട്ടുള്ള ഒരു കന്നന്തിരിവും കൂടിയാണ് അവിടെ പുറത്തേക്ക് വരുന്നത്. അതായത് ഇതിനകത്ത് എടുക്കേണ്ട ഒരു പക്വത, കാണിക്കേണ്ട ഒരു റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് അത് കാന്തപുരം കാണിച്ചിട്ടില്ല, മാധ്യമങ്ങളും കാണിച്ചിട്ടില്ല. അപ്പോൾ ഇവിടെ അങ്ങനെ ഒരു സംഗതി ചെയ്ത് ഇവിടെ രണ്ട് ഘട്ടത്തിലാണ് ഈ കാര്യം നടപ്പിലാവുക. എന്ന് വെച്ചാൽ ഇപ്പോഴും നിമിഷയുടെ കാര്യം ഇപ്പോഴും എന്താ പറയുക, ഒരു തീരുമാനമാകാതെ നിൽക്കുന്നൊരു സംഗതിയാണ്. എന്ന് വെച്ചാൽ ഇടപെട്ടോട്ടെ, അങ്ങനെയാണെങ്കിൽ ഇത് ഇന്നലെ 16-ാം തീയതി നടക്കേണ്ടുന്ന ഒരു വധശിക്ഷ മാറ്റിവെക്കുന്ന ഒരു സാഹചര്യം, എന്തായാലും അത് മരവിപ്പിക്കുന്നില്ല, പക്ഷെ ഡേറ്റ് മാത്രം എക്സ്റ്റെൻഡ് ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ, പോസ്റ്റ്പോൺ ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ അത് സ്വാഭാവികമായി ആരുടെയെങ്കിലും ഇൻഫ്ലുവൻസ് വന്നിട്ടില്ലേ? കാന്തപുരത്തിന്റെ പേര് മാത്രമാണ് പറഞ്ഞത്.
17 മുതൽ നിമിഷപ്രിയ ആക്ഷൻ കൗൺസിൽ, അതുപോലെ തന്നെ വളരെ സൈലന്റ് ആയി ഇടപെടുന്ന ഒരുപാട് ആളുകളുണ്ട്. അവരുടെയൊക്കെ ശ്രമത്തിന്റെ ഫലമായാണ് ഇങ്ങനെ സാധിച്ചെടുക്കുന്നത്. അപ്പൊ അവിടെ ഈ കാന്തപുരത്തിന്റെ അതാണ് പേര് മാത്രം വരാൻ ഒരു പ്രത്യേകതരം ഞാൻ അജണ്ട ചോദിക്കുന്നത്. ഉണ്ടായിരുന്നു. അജണ്ട ഉണ്ടെന്ന് ഞാൻ പറയുന്നില്ല. ഈ അജണ്ട എന്ന് പറയുന്നത് അവിടെ ഈ ഒരു ക്രെഡിറ്റ് ഹണ്ടിങ് ആണ് അവിടെ നടക്കുന്നത്. അതാണ് ഇതിലൂടെ പുറത്തേക്ക് വരുന്നത്. അല്ല എന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു അല്പത്തരം ആരും കാണിക്കില്ല. സ്വന്തം ലെറ്റർ പാഡ് അടിച്ച് ഇതിങ്ങനെ പ്രചരിപ്പിക്കേണ്ട ഒരു ആവശ്യകത ഇല്ലല്ലോ. കാരണം ഞാനിത് പറയുന്നത്, നമ്മളിപ്പോൾ ഒരു ക്രിക്കറ്റ് കളിക്കുന്നു അല്ലെങ്കിൽ ഫുട്ബോൾ കളിക്കുന്നു, അപ്പോൾ അതിനകത്ത് അവസാനത്തെ ഒരു ഗോൾ നേടിയ ഒരാൾ മാത്രമാണ് ഇതെല്ലാം ചെയ്തത് എന്ന് പറഞ്ഞാൽ എങ്ങനെയിരിക്കും? ഇതൊരു ടീം എഫേർട്ടാണ്, അല്ലെങ്കിൽ ഇതൊരു കൺസേർട്ടഡ് ആയിട്ടുള്ള ഒരു എഫേർട്ടാണ്, അതിൻ്റെ ഔട്ട്കമാണ് എന്ന് ഇതിനെ നമ്മൾ കാണേണ്ടടുത്ത്. പ്രത്യേകിച്ച് ഈ ഒരു വിധിയും ഈ പറയുന്ന ഒരു തീരുമാനം, ഇത് പോസ്റ്റ്പോൺ ചെയ്തു എന്നുള്ള തീരുമാനം ശനിയാഴ്ച തന്നെ ലഭിച്ചതാണെന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. ആ ശനിയാഴ്ച ലഭിച്ച സംഗതി കാന്തപുരം അത് 15-ാം തീയതി പുറത്തു വിടുകയാണ്. എന്ന് വെച്ചാൽ 13ഉം 14ഉം കഴിഞ്ഞ് 15-ാം തീയതി പുറത്തു വിടുകയാണ്. ഇത് കിട്ടിയിട്ടുണ്ട് കേട്ടോ എന്ന് പറയുമ്പോൾ, അതും സ്വന്തം ലെറ്റർ പാഡിൽ അടിച്ച് വിടുമ്പോൾ ഞാൻ ചോദിക്കുന്നത്, ഇത് 13-ാം തീയതി 14-ാം തീയതി വിവരം അറിയുന്ന ആളുകൾക്കും ഇതേ പണി ചെയ്യാമായിരുന്നല്ലോ. അവരത് ചെയ്തിട്ടില്ല. അവർ ചെയ്യാതെ അത് വെച്ചത് എന്തുകൊണ്ടാണ്? അതിനകത്തൊരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്. കാരണം ഞാൻ നേരത്തെ പറയാൻ വന്നതാണ്, ഇതിനകത്ത് 2 ഘട്ടങ്ങളാണ്. ഒന്ന്, 16-ാം തീയതി നടക്കേണ്ട വധശിക്ഷ എന്ന് പറയുന്നത് പോസ്റ്റ്പോൺ ചെയ്യുക എന്നുള്ളതാണ് ഒന്നാമത്തെ ഘട്ടം. അതിനുശേഷം ഈ അനുനയിപ്പിക്കാനുള്ള ശ്രമങ്ങൾ, അതായത് ഈ ബ്ലഡ് മണി കൊടുത്തുകൊണ്ട് ആളെ മോചിപ്പിക്കാനുള്ള ഒരു ശ്രമം നടത്തുക എന്നുള്ളതാണ് രണ്ടാമത്തെ ശ്രമം. അതിപ്പോഴും വിജയിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, ഇന്നലെയൊക്കെ നമ്മൾ കണ്ട വാർത്ത, അത് ഒരിക്കലും സാധിക്കാൻ പോകുന്നില്ല. നിങ്ങൾ എത്ര പ്രവാചകന്മാരെ അയച്ചാലും ശരി, ഞങ്ങൾ വധശിക്ഷ നടപ്പിലാക്കുമെന്ന് താലാലിൻ്റെ കുടുംബം പറഞ്ഞതായിട്ടാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അപ്പോൾ ആ രീതിയിലേക്ക് വരെ കാര്യങ്ങൾ എത്തുന്ന ഒരു സംഗതി വേറെ നിൽക്കുമ്പോഴാണ് ഇതിൻ്റെ ഇടയിൽ ഇതുപോലെ 2 വിഷയങ്ങൾ നടക്കുന്നത്. ഒന്ന്, ഈ ക്രെഡിറ്റ് അടിച്ചു മാറ്റാനുള്ള ശ്രമവും. 2, ഇതിനകത്തൊരു ഏർലി ആയിട്ടുള്ള ഒരു സെലിബ്രേഷൻ. എന്തിനു വേണ്ടിയിട്ടാണ് സെലിബ്രേറ്റ് ചെയ്തതെന്ന് പോലും അറിയില്ല, എന്താണ് ഇവിടെ സംഭവിച്ചതെന്ന് പോലും അറിയില്ല. കാരണം ഓൾറെഡി 13-ാം തീയതി നടത്തിയ ഒരു സംഗതി, അതിനകത്ത് ലഭിച്ച ഒരു 14-ാം തീയതി വരെ ലഭിച്ചിട്ടുള്ളൊരു തീരുമാനത്തിന് എന്തിനാണ് 15-ാം തീയതി അത് ഞാനാണ് ഇടപെട്ട് ചെയ്തത് എന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നതെന്നാണ് നമ്മൾ ചോദിക്കുന്നത്. ഇത് വേറെ ആരും ചെയ്തിട്ടില്ല എന്നും കൂടി വരെയും, ഇതുപോലെ ഒരു സ്വന്തം പേരിൽ ലെറ്റർ പാഡ് അടിച്ച് ഇതുപോലെ ഒരു അല്പത്തരം കാണിച്ചത് വേറെ ആരും ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്. ഇനി ഇത് പറയേണ്ടത് എന്തുകൊണ്ടാണ്? അതായത് ഇപ്പോൾ മാധ്യമങ്ങളെല്ലാവരും ഉപദേശിക്കുകയാണ്, നിങ്ങൾ കുറച്ചും കൂടി ശ്രദ്ധിക്കണം, ഇത് സോഷ്യൽ മീഡിയയിൽ വാർത്തയാക്കരുത്, ഇതിനെക്കുറിച്ച് നിങ്ങളിങ്ങനെയൊന്നും പറയരുത്, ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല, ഇതിങ്ങനെയൊന്നും ചർച്ച ചെയ്യരുത്, ഇത് അവർക്ക് പ്രതികൂലമായിട്ട് ബാധിക്കുന്നത് നമ്മളെയാണ് ഉപദേശിക്കുന്നത്. ഇത് ആദ്യം ഉപദേശിക്കേണ്ടത് ആരെയാണ്? ഈ പറയുന്ന പണി ആദ്യം തുടങ്ങി വെച്ച കാന്തപുരത്തിനല്ലേ, അതിൻ്റെ ശിങ്കിടികളല്ലേ നമ്മൾ ആദ്യം ഇത് ഉപദേശിക്കേണ്ടത്. അപ്പോൾ അവരെ ഉപദേശിക്കുന്നതിന് പകരം നമ്മൾ തുടക്കം മുതൽ പറയുന്ന കാര്യമാണ്, ഇത് സെലിബ്രേറ്റ് ചെയ്യാനായിട്ടില്ല, ഇതിനകത്ത് ഇപ്പോഴും പ്രശ്നം അവിടെ നിൽക്കുകയാണ്, ഇപ്പോഴും ഇത് രക്ഷപ്പെടാനുള്ള സാധ്യതയും വളരെ കുറവാണ്, രക്ഷപ്പെടാനുള്ള ചെറിയ സാധ്യതയുള്ളൂ. അതിന് പല കാരണങ്ങളുണ്ട്, അതിലേക്ക് നമുക്ക് പിന്നീട് വരാം. ഓക്കെ, ആരിഫ് പറയുന്ന പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം കൂടി ഉണ്ട്. കാന്തപുരം ഇസ്ലാമിന്റെ അന്തകനും നിമിഷപ്രിയ ഇസ്ലാമിന്റെ ഇരയുമാണ് എന്നാണ് പറയുന്നത്, ഇസ്ലാമിക നിയമത്തിന്റെ. മാത്രമല്ല, ഈ ബ്ലഡ് മണി കൊടുത്ത് ഒരാളെ രക്ഷിച്ചെടുക്കുക എന്നുള്ളത് ഒരു പ്രാകൃത നിയമമായാണ് വ്യക്തിപരമായി ഞാനും ഒബ്സർവ് ചെയ്യുന്നത്. അത് ഇസ്ലാമിക നിയമത്തിന്റെ പരിധിയിൽ വരുന്നത് ഇസ്ലാമിക രാഷ്ട്രമായ യമനിൽ അതാണ് നടപ്പിലാക്കുക. അങ്ങനെയാണെങ്കിൽ ഇസ്ലാമിക നിയമങ്ങളോടുള്ള ആരിഫിന്റെ നിലപാട് എനിക്ക് വളരെ വ്യക്തമാണ്. എന്നാലും ഈ ഒരു ഘട്ടത്തിൽ എന്തുകൊണ്ടാണ് ഇസ്ലാമിക നിയമത്തോട് ഒരാളെ രക്ഷിച്ചെടുക്കാൻ അങ്ങനത്തെ സാധ്യത ഉണ്ടെങ്കിൽ അത് തേടുന്നതിൽ ഒരു തെറ്റുണ്ടോ ആരിഫ്? അല്ലെങ്കിൽ എന്തായാലും റിയാലിറ്റി അതാണ്. അങ്ങനെയാണെങ്കിൽ ഇസ്ലാമിക പ്രാകൃത നിയമം നിമിഷത്തേക്ക് ഒരു സഹായമാവുകയല്ലേ ചെയ്യുന്നത്? ഇസ്ലാമിക നിയമം സഹായകമാവുന്നില്ല, ഈ പ്രോസസ്സ് ഡിഫിക്കൽട്ട് ആക്കുക ചെയ്യുന്നത്. അതാണ് ഇതിൽ പ്രശ്നം. അതുകൊണ്ടാണ് നമ്മൾ അതിനെ ആ രീതിയിൽ തന്നെ പറയുന്നത്. ഇപ്പോൾ സപ്പോസ് ഇത് യമനിലായതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു കോംപ്ലിക്കേഷൻ നമുക്ക് തോന്നുന്നത്. ഇത് ഇന്ത്യയിലാണ് സംഭവിച്ചതെന്ന് വിചാരിക്കുക. ഇതുപോലെ ഒരു സെൽഫ് ഡിഫെൻസിന് വേണ്ടിയിട്ട് നമ്മളൊരു കുറ്റകൃത്യം ചെയ്താൽ പോലും ഇന്ത്യയിൽ ചിലപ്പോൾ നമ്മൾ ഇതേപോലെ ശിക്ഷ അനുഭവിക്കേണ്ടി വരും, ഇതേപോലെ തന്നെ വേണ്ടി വരും. ഇതുപോലെ കൊടും ക്രൂര കൃത്യം ഇപ്പോൾ നിമിഷം ചെയ്തത് നമുക്ക് ഒട്ടും തന്നെ ക്ഷമിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല. കൊല്ലുന്നു, കൊന്നതിന് ശേഷം അത് തെളിവ് നശിപ്പിക്കാൻ വേണ്ടി വെട്ടി നുറുക്കുന്നു, കൊണ്ടുപോയി തള്ളുന്നു. ഇതെല്ലാം ചെയ്ത ഒരു വ്യക്തിയാണ്, ഒരു കോൾഡ് ബ്ലഡഡ് മർഡർ തന്നെയാണ് അത് ചെയ്തിരിക്കുന്നത്. എന്തൊക്കെ പറഞ്ഞാൽ അതിനകത്തൊരു ഗൂഢാലോചന എന്ന് പറയുന്ന ഒരു ഘടകം കൂടി അതിനകത്ത് വരുമ്പോൾ ഇതിൻ്റെ ഡിഗ്രി കൂട്ടുന്നുണ്ട്. അപ്പോൾ അതൊരു കുറ്റകൃത്യം തന്നെയാണ്. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, അങ്ങനെ ഒരു കുറ്റകൃത്യം ഉണ്ടെങ്കിൽ പോലും ഇന്ത്യയിലാണത് ചെയ്തതെന്നുണ്ടെങ്കിൽ വധശിക്ഷ ലഭിക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. പക്ഷേ ആ വധശിക്ഷ ലഭിച്ചാലും നമ്മളിവിടെ അതിനെ മറികടക്കാൻ എന്താ നമ്മൾ ചെയ്യാറ്? ദയാഹർജി കൊടുക്കുന്നു, അതിന് വേണ്ടിയിട്ടുള്ള അപ്ലിക്കേഷൻസ് നീക്കുന്നു, എന്നിട്ട് അതിലൂടെ ആളുകൾക്ക് അതിൻ്റെ റിലീഫ് വാങ്ങിക്കൊടുക്കുന്ന രീതിയാണ് നമ്മുടെ ഇവിടെ ഉള്ളത്. അത് കാശ് കൊടുത്ത് വാങ്ങുന്ന സാധനമല്ല, അത് ദയ തന്നെയാണ്. ദയ എന്ന് പറഞ്ഞാൽ ദയ തന്നെയാണ് അവിടെ വരുന്നത്, അല്ലാതെ അതിനകത്ത് കാശ് കൊടുത്ത് വാങ്ങിക്കുന്ന ഒരു രീതിയെ നമ്മുടെ അവിടെ ഇല്ല. ഇനി മറ്റൊരു കാര്യം, ഇന്ന് ആധുനിക ലോകം ഒരു ആധുനിക മൂല്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് വെക്കുന്ന ഒരു ജസ്റ്റിസ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിൽ
മുന്നോട്ട് വരുന്നത് എന്താണ്? പകരം വീട്ടുക അല്ലെങ്കിൽ ഈ റിവെഞ്ച് എടുക്കുക എന്നുള്ളതല്ല നമ്മളുടെ ഇന്നത്തെ ഒരു രീതി എന്ന് പറയുന്നത്. ഇത് കണ്ണിന് കണ്ണ് പല്ലിന് പല്ല് എന്ന് പറയുന്ന വളരെ പ്രാകൃതമായ ഹമ്മറാബി കോഡിലൂടെയൊക്കെ വന്നിട്ടുള്ള പിന്നീട് മതങ്ങൾ ഏറ്റെടുത്തിട്ടുള്ള ഒരു വളരെ പ്രാകൃതമായ ഒരു കാടൻ രീതിയാണ് ഈ പറയുന്ന ഈ റെട്രിബ്യൂഷൻ എന്ന് പറയുന്ന സംഗതി, അല്ലെങ്കിൽ കിസാസ് എന്നൊക്കെ പറയുന്നത് അത് തന്നെയാണ്. അപ്പോൾ ഇന്ന് ആധുനിക ലോകം ഫോളോ ചെയ്യുന്ന എന്താണ്? റെസ്റ്റോറേറ്റീവ് ആയിട്ടുള്ള ജസ്റ്റിസ് അല്ലെങ്കിൽ റീഹാബിലിറ്റേറ്റീവ് ആയിട്ടുള്ള ജസ്റ്റിസ് ആണ്. അതാണ് നമ്മൾ പറയുന്നത്. എന്ന് വെച്ചാൽ ആ നിയമം, ആ ഒരു നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ജസ്റ്റിസ് നമ്മൾ കണ്ടെത്തുമ്പോൾ അതിലൂടെ ഉണ്ടാകുന്നത് ഈ കുറ്റകൃത്യം ആവർത്തിക്കാതിരിക്കാനുള്ള വഴികളും, അതുപോലെ തന്നെ അതിലേർപ്പെട്ട വ്യക്തിക്കൊരു അത് റിഫോം ചെയ്ത് പുറത്തേക്ക് വരാനുള്ള സാധ്യതയും ഇതെല്ലാം കൂടി വെച്ച് കൊടുത്തുകൊണ്ടാണ് നമ്മൾ ഒരു നിയമം നടപ്പിലാക്കുന്നത്. അതുകൊണ്ടാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള സാധനത്തിൻ്റെ പേരിൽ നമ്മളിപ്പോൾ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ബലാത്സംഗ കേസുകളൊക്കെ സംഭവിക്കുമ്പോൾ നമ്മൾ പറയാറുണ്ട്, ഇപ്പോൾ അഭയ കേസുകൾ അല്ലെങ്കിൽ നമ്മൾ നിർഭയ എന്നൊക്കെ പറഞ്ഞ് പേരിട്ടുകൊണ്ട് നമ്മൾ പറഞ്ഞിട്ടുള്ള പല കേസുകൾ നമ്മൾ കേട്ടുള്ള ഒരു സ്ലോഗൻ എന്താണ്? ഇന്ത്യയിലെ നിയമം പോരാ, നമുക്ക് സൗദിയിലെ നിയമമാണ്, ഇസ്ലാമിക നിയമമാണ് നടപ്പിലാക്കേണ്ടത് എന്ന് നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു വിഷയം വരുമ്പോൾ അവിടെ നമുക്ക് സൗദിയിലെയും യമനിലെയൊക്കെ നിയമം വേണം. ആ യമനിലെയും സൗദിയിലെയും നിയമം എന്ന് പറയുന്നതാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് ആണ് ഇതിൻ്റെ പ്രശ്നം. പക്ഷേ ഇപ്പോൾ നമ്മൾ കാണുന്നത് എന്താണ്? ഇതേ നിയമത്തിൻ്റെ പ്രശ്നത്തിൽ അകപ്പെട്ടുകൊണ്ട് അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഒരു നെട്ടോട്ട് ഓടുന്ന കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു വശത്ത് നമ്മൾ ഈ നിയമം വേണമെന്ന് പറയും, അതാണ് ശരി, ഇന്ത്യൻ നിയമം പോരാന്ന് പറയും. ഇപ്പോൾ നമ്മൾ പറയുന്നു അതല്ല, നമുക്ക് ഈ ദയാഹർജികൾ പോലെയുള്ള സംഗതികൾ അല്ലെങ്കിൽ എളുപ്പം കിട്ടാവുന്ന തരത്തിലുള്ള സംഗതികൾ ഇതിനകത്ത് വേണമെന്നും പറയുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. ഞാൻ പറയുന്നു അതിനുള്ള സാധ്യത വിടില്ല. കാരണം ഇത് നമുക്കിങ്ങനെ ആവശ്യാനുസരണം മുറിച്ചെടുക്കാൻ പറ്റുന്ന ഒരു സാധനമല്ല ഈ ഇസ്ലാമിക നിയമം എന്ന് പറയുന്നത്. ഇതൊരു നിയമ കാടൻ സംഹിതയാണ്. ആ നിയമ സംവിധാനത്തിൽ നിങ്ങൾ പെട്ടുപോയാൽ അത് പെട്ടത് തന്നെയാണ്. അവിടുന്ന് പിന്നെ നിങ്ങൾക്ക് എളുപ്പത്തിൽ പോരാൻ കഴിയില്ല എന്നുള്ളതാണ് അതിൻ്റെ പ്രശ്നം. അതാണ് ഇപ്പോൾ നമ്മൾ അനുഭവിക്കുന്നത്. ഇനി നിമിഷയ്ക്ക് എന്തുകൊണ്ട് ഈ പറയുന്ന വധശിക്ഷ കുറച്ചു കൊടുക്കണം നമ്മൾ പറയുന്നത്? അപ്പോഴും നമ്മൾ പറയുന്ന ആൾ വെറുതെ വിടണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. കാരണം അതിനനുസരിച്ചുള്ള കുറ്റകൃത്യം ശിക്ഷ ലഭിക്കേണ്ട കാര്യം തന്നെയാണ്. പക്ഷെ വധശിക്ഷ വേണ്ടെന്നാണ് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ് ഈ പറയുന്നത്. വധശിക്ഷ ലഭിക്കേണ്ട കാര്യമില്ല എന്ന് തന്നെയാണ് ഞാൻ പറയുക. കാരണം അത് നമ്മൾ അതിൻ്റെ മറ്റു പല ഘടകങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട്, അതിപ്പോൾ ഈവൻ ഏത് കൊടൂര കൃത്യം ചെയ്താൽ പോലും നമ്മൾ പറയുന്നത് തന്നെയാണ്. അങ്ങനെ പറയുമ്പോൾ അവിടെ നമ്മൾ പറയുന്നത് ഈ രീതിയിലുള്ള ഒരു സാധ്യത അവിടെ മങ്ങുന്നത് എന്തുകൊണ്ടാണ്? ഇപ്പോഴും അത് തൃശങ്കൂരിൽ നിൽക്കുന്നതിൻ്റെ കാരണം എന്താണ്? രണ്ട് കാരണമാണ്. ഒന്ന്, ഇസ്ലാമിലെ തന്നെ ഈ കിസാസ് നിയമം, ഈ പ്രതിക്രിയ എന്ന് പറയുന്ന സാധനം അവിടെ വരുമ്പോൾ ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിനെ കൊന്നു എന്നതാണെന്ന് വിചാരിക്കുക. അതായത് നിമിഷ ഇപ്പോൾ ഒരു മുസ്ലിം ആയിരുന്നു എന്ന് വിചാരിക്കാം. അങ്ങനെ ആയിരുന്നു എന്നുണ്ടെങ്കിൽ ഇവിടെ ദയ കാണിക്കുക എന്നുള്ളത് പ്ലസ് മാർക്ക് കിട്ടുന്ന സംഗതിയാണ്. അപ്പോൾ ആ ഫാമിലിയെ സംബന്ധിച്ചിടത്തോളം അതൊരു പ്രൊമോഷനാണ്. എന്ന് വെച്ചാൽ അതൊരു അപ്രീസിയേഷൻ ആയിട്ട് വരുന്നൊരു സംഗതിയാണ്. അത് ദയ കാണിക്കാനാണ്. അത് മാത്രമല്ല, അത് അവരുടെ ഓണർ ഇൻക്രീസ് ചെയ്യുന്ന സംഗതി. ഇതിനകത്ത് ഓണർ എന്ന് പറയുന്ന ഒരു ഫാക്ടർ ഉണ്ട്. അപ്പോൾ ഈ ഓണർ ഇൻക്രീസ് ചെയ്യുന്ന ഒരു സംഗതിയാണ്. ഈ മുസ്ലിമിനോട് ക്ഷമിക്കുക, മുസ്ലിമിനെ വെറുതെ വിടുക, അത് കൊന്നിട്ട് പോലും ഞാൻ അവരെ വെറുതെ വിട്ടു എന്ന് പറയുന്നതിൽ അങ്ങനെ ഒരു ഘടകമുണ്ട്. അതേസമയം ഒരു അമുസ്ലിം ആണ് ഈ പറയുന്ന കൃത്യം ചെയ്തത് എന്നതിരിക്കെ ഒരു കാഫിർ ആയിട്ടുള്ള വ്യക്തി ഒരു മുസ്ലിമിനെ കൊന്നു കഴിയുമ്പോൾ അവിടെ ഈ ഓണർ അവിടെ ക്ഷമയിലൂടെ സംഭവിക്കുന്നത് ഓണറിന് പരിക്കാണ് സംഭവിക്കുക. അതാണ് ഇതിൻ്റെ പ്രശ്നം. അപ്പോൾ അവിടെ ക്ഷമിക്കാതിരിക്കാനും ഈ റെട്രിബ്യൂഷൻ അവിടെ നടപ്പിലാക്കാനുള്ള സാധ്യതയാണ് അവിടെ കൂടുന്നത്. അതാണ് ഇതിൻ്റെ കോർ ഇഷ്യൂ എന്ന് പറയുന്നത്. അതിന് കാരണം എന്താ? കാരണം ഇങ്ങനെ ഒരു ക്ഷമ നടത്തി അതുപോലെ ഒരു ക്ഷമയിലൂടെ ആ കാഫിറിനെ വെറുതെ വിടുന്ന ഒരു അവസ്ഥ ഉണ്ടായാൽ അവിടെ ആ ബ്ലഡ് മണി സ്വീകരിക്കുന്ന ഫാമിലിയെ സംബന്ധിച്ചിടത്തോളം അവരെ തലമുറകളോളം അതിന് പഴിയും കേട്ടുകൊണ്ട് ജീവിക്കേണ്ടി വരും. ഇതാണ് അവിടുത്തെ ഒരു പ്രശ്നം. ഇതൊരു ഗോത്ര സംവിധാനത്തിൽ സംഭവിക്കുന്ന ഓണർ വൂണ്ടിങ് ഇങ്ങനെയാണ് സംഭവിക്കുക. അവർ പറയും, നിങ്ങൾ രക്ഷപ്പെട്ടത് എത്ര പണക്കാരനായാലും ശരി, നിങ്ങൾ പണക്കാരനായത് കാഫിറിൻ്റെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിച്ച് നിങ്ങൾ രക്തം വിറ്റിട്ടല്ലേ എന്ന ചോദ്യമാണ് അവിടെ വരിക. ഈ ചോദ്യം ഇന്നലെ നമ്മളുടെ മലയാളികളായിട്ടുള്ള ഉസ്താദുമാർ ഈ പറയുന്ന തലാലിൻ്റെ കുടുംബത്തിലെ ആളുകൾ ഇടുന്ന പോസ്റ്റുകളുടെ താഴെ പോയി അറബിയിൽ ഇട്ട് കഴിഞ്ഞു. ഞാനിത് പറയുമ്പോൾ ഇത് എക്സാജറേഷൻ ആണെന്നാണ് ആളുകൾ ധരിക്കുക. ഇത് ഓൾറെഡി നമ്മളെ മുസ്ലിയാക്കന്മാരും ഇവിടെയുള്ള മലയാളികൾക്ക് അറബി അറിയുന്ന ആളുകൾ അവിടെ പോയിട്ട് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞ കാര്യമാണ് ഈ പറയുന്നത്. കാരണം ഇതാണ് അതിലെ സ്റ്റേറ്റ്മെൻറ്റ്. നാണമില്ലേ നിങ്ങളുടെ ചോര കാഫിറിൻ്റെ കാശ് കൊടുത്ത് വിറ്റ് അത് അടിച്ച് പുട്ടടിക്കാൻ നാണമില്ലേ എന്ന രീതിയിൽ ചോദ്യം ചോദിച്ചു വെക്കുമ്പോൾ ഇതാണ് അവിടുത്തെ ഈ ഓണർ ഇഷ്യൂ ആയിട്ട് മാറുന്നത്. അപ്പോൾ ഇതൊരു അപ്രീഷിയേറ്റ് ചെയ്യപ്പെടുന്ന ഒരു സംഗതിയല്ല ഈ ഒരു കാഫിറിനെ ക്ഷമിച്ചുകൊണ്ട് വെറുതെ വിടുക എന്ന് പറയുന്നത്. അത് നടപ്പിലാക്കുക എന്നുള്ളതാണ് അവരുടെ ഓണർ വരയ്ക്ക്. ഇതിനകത്ത് ഇഷ്യൂ വരുന്ന ഓണറാണ് ജസ്റ്റിസിനേക്കാളും. അതുകൊണ്ടും കൂടിയാണ് ഈ സാധനം റിഗ്രസീവ് ആണെന്ന് പറയുന്നത്. നമ്മളൊന്നും ഇന്ന് നാട്ടിൽ നിയമം നടപ്പിലാക്കുന്നത് ഓണർ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല, ജസ്റ്റിസ് സെർവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ ഇവിടെ സംഭവിക്കുന്നത് ഓണർ പ്രിസർവ് ചെയ്യാൻ വേണ്ടിയിട്ട്. ആ ഒരു ആംഗിളിലാണ് ഇത് കാണുന്നത്. അവിടെ ആ റിവഞ്ച് എന്ന് പറയുന്ന ഒരു സംഗതി വരുന്നത് പോലെ ഞാൻ ജയിച്ചു നിൽക്കുന്നു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ്. അതാണ് ഇവിടെ ഈ പ്രാകൃതമായ നിയമങ്ങളുടെ ഒരു കുഴപ്പമെന്ന് പറയുന്നത്. അപ്പോൾ ഇത്
ഇസ്ലാമിൻ്റെ ഇരയായി മാറുകയാണ് സത്യത്തിൽ ഈ പറയുന്ന നിമിഷ എന്ന് പറയുന്നത്. കാരണം ഈ നിയമം ഇങ്ങനെ അല്ലായിരുന്നു എന്നുണ്ടെങ്കിൽ, ഇന്ത്യയിലായിരുന്നു എന്നുണ്ടെങ്കിൽ ദയാഹർജി കൊടുത്തുകൊണ്ട് ആളെ ഈസി ആയിട്ട് ഇങ്ങനെ ഒരു ഇതുപോലെ ഒരു സംസാരം പോലും ഇവിടെ ഉണ്ടാകില്ലായിരുന്നു. അതാണ് നമ്മളിവിടെ പറയുന്നത്. ഇനി ഈ ഒരു സംശയം പല കമന്റുകളിൽ ഞാൻ കണ്ടതാണ്, ഇപ്പൊ ഗോവിന്ദചാമി ഇപ്പോ ML അല്ലെങ്കിൽ ഇതുപോലെ ഇസ്ലാമിക നിയമമുള്ള ഒരു രാഷ്ട്രത്തിലാണ് ഇങ്ങനെ ഒരു ഒഫൻസ് നടത്തിയതെങ്കിൽ ദയാദനം കൊടുത്ത് ഗോവിന്ദചാമിയെ നമുക്ക് രക്ഷിച്ചെടുക്കാൻ പറ്റുമോ? സൗമ്യ ഗോവിന്ദചാമി ഇഷ്യൂ അത് ഒരു അറബ് കൺട്രിയിലാണ് സംഭവിച്ചിരുന്നത് എന്നുണ്ടെങ്കിൽ ഗോവിന്ദചാമി ജയിലിൽ കടക്കില്ല എന്നേ ഞാൻ പറയുള്ളൂ. പിന്നെയല്ലേ രക്ഷിക്കേണ്ട കഥ. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബലാത്സംഗം എന്ന് പറയുന്ന സംഗതി അല്ലെങ്കിൽ റേപ്പ് എന്ന് പറയുന്ന സംഗതി ഇസ്ലാമിൽ ആസ് ഇറ്റ് ഈസ് നിലനിൽക്കുന്നില്ല. അവിടെ അഡൾട്ടറി എന്ന് പറയുന്നൊരു വിഷയമാണുള്ളത്. ഇനി റേപ്പ് നിങ്ങൾ ആരോപിക്കുകയാണെങ്കിൽ തന്നെ സാക്ഷികളായിട്ട് പെണ്ണ് പോകണം. ഇവിടെ പെണ്ണ് കൊല്ലപ്പെടുന്ന അവസ്ഥയാണ് ഉണ്ടായത്. ഇവിടെ ബലാത്സംഗത്തിൻ്റെ കുറ്റമല്ല ഇവിടെ ഗോവിന്ദചാമിക്ക് ലഭിക്കാനിടയാവുക, അവിടെ കൊന്നു എന്നുള്ളതിൻ്റെ ശിക്ഷയാണ് ഗോവിന്ദചാമിക്ക് കിട്ടാനുള്ള സാധ്യത. ആ കൊലപാതകം ഇങ്ങനെ ഒരു കോൾഡ് ബ്ലഡഡ് മർഡറിനെ തള്ളിയിട്ട് കൊന്നു എന്നതിൻ്റെ പേരിൽ അങ്ങനെയാണ് അത് കണക്കാക്കിയിട്ട് അതിൻ്റെ ശിക്ഷയാണ് ഗോവിന്ദചാമിക്ക് കിട്ടുക. അവിടെ ഒരിക്കലും ഗോവിന്ദചാമി ഒരു റേപ്പിസ്റ്റാണ് എന്നുള്ള രീതിയിലോ ആ രീതിയിലേക്ക് ആയിരിക്കില്ല അത് പുറത്തേക്ക് വരിക. നമുക്കിവിടെ അത് ആ രീതിയിലേക്ക് വരുന്നത് CCTVയുടെ തെളിവ് പോലും നമുക്ക് എടുക്കാം എന്നതുകൊണ്ടാണ്. പക്ഷേ ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടിൽ CCTVയുടെ തെളിവിനേക്കാൾ കൂടുതൽ അവർക്ക് പ്രാമുഖ്യം. ഇന്നൊക്കെ കുറേ മാറിയിട്ടുണ്ട്. ഇപ്പോൾ സൗദിയിലും UAE-ലൊക്കെ CCTV വിഷ്വൽസൊക്കെ ഇന്ന് അവർ തെളിവൊക്കെ ആയിട്ട് എടുക്കുന്നുണ്ട്. പക്ഷേ പ്രാകൃതമായ നിയമം അതേപോലെ നടപ്പിലാക്കണമെന്നൊക്കെ പറഞ്ഞ് ഇപ്പോൾ അഫ്ഗാനിസ്ഥാനിൽ പോയിട്ട് CCTVയുടെ കാര്യം പറഞ്ഞാൽ അവർ ഓടിക്കും. ഇതാണ് നമ്മൾ പറയാം. അപ്പോൾ ഇത് നിയമം എത്രമാത്രം ഇസ്ലാമികമായിട്ട് അവർ അപ്ലൈ ചെയ്യുന്നു എന്നതിനനുസരിച്ചിട്ടാണ് ഗോവിന്ദചാമി അവിടെ റേപ്പിസ്റ്റ് ആണോ അല്ലയോ എന്ന് തീരുമാനിക്കപ്പെടുക. അല്ല എന്നുണ്ടെങ്കിൽ ഒരു കൊലപാതകി എന്ന രീതിയിലെ അവിടെ ഗോവിന്ദചാമിക്ക് അത് ശിക്ഷ കിട്ടുകയുള്ളൂ. അത് തന്നെ പെട്ടെന്ന് ശിക്ഷ നടപ്പിലാക്കിയില്ല, ആൾക്ക് ജയിലിൽ കിടക്കാൻ ഒരു അവസരം കിട്ടി, ആളവിടുന്ന് മതം മാറിയെന്ന് വിചാരിക്കുക, ആൾ വെറുതെ വിടുകയും ചെയ്യും. ഇതാണ് ഉണ്ടാവാൻ പോണത്. ഓക്കെ ആരിഫ്, ഞാൻ കുറച്ച് സ്റ്റണ്ടായി. ആരിഫ്, എന്റെ അവസാനത്തെ ചോദ്യത്തിലേക്ക് എനിക്കറിയാം ആരിഫിന് തിരക്കുണ്ടെന്ന്. നൗഷപ്രിയയുടെ വിഷയത്തിൽ ഇനി എന്താണ് സംഭവിക്കാൻ സാധ്യതയുള്ളത്? കാന്തപുരം സ്വന്തം ലെറ്റർ പാഡിൽ ഇനിയും പോസ്റ്റുകൾ എഴുതാനൊക്കെ സാധ്യതയുണ്ടോ? നമ്മൾ ചെയ്യേണ്ടത് ഈ സംഗതിയിൽ ക്രെഡിറ്റ് എടുക്കേണ്ട സമയമായിട്ടില്ല എന്ന് ആദ്യം തിരിച്ചറിയാന്നുള്ളതാണ്. ഇതാണ് ആദ്യം. ആരും ക്രെഡിറ്റ് എടുക്കാൻ ഇപ്പോൾ ആയിട്ടില്ല. നിമിഷ മോചിപ്പിക്കപ്പെടുകയോ അല്ലെങ്കിൽ വധശിക്ഷ ലഘൂകരിച്ച് ഒരു ജീവപര്യന്തമാക്കി മാറ്റപ്പെടുകയോ ചെയ്യുന്ന ഘട്ടത്തിൽ മാത്രമാണ് നമുക്ക് എന്തെങ്കിലും പറയാൻ പറ്റുള്ളൂ. ഇതുവരേക്കും അതിനുള്ളൊരു സ്ഥിരീകരണം വന്നിട്ടില്ല. ഇതിനു മുന്നേ നടത്തുന്ന ഏത് ആഘോഷ പ്രകടനം, ഏത് മാധ്യമം നടത്തിയാലും അത് അസംബന്ധമാണ്, അത് ഇറസ്പോൺസിബിൾ ആണ്, അത് റിഡിക്കുലസ് ആണെന്നേ പറയാൻ നിവൃത്തിയുള്ളൂ. അതിൻ്റെ പേരിൽ നടക്കുന്ന ഗ്ലോറിഫിക്കേഷൻസ്, അത് വ്യക്തിപരമായിട്ടുള്ള ഗ്ലോറിഫിക്കേഷൻ ആയാലും ശരി, എന്ത് തന്നെ ആയാലും അത് അവസാനിപ്പിക്കണം. ഈ പ്രോസസ്സ് കൂടുതൽ ദുഷ്കരമാക്കുക ചെയ്യുക. പ്രത്യേകിച്ച് ഇവിടെ ഇപ്പോൾ നമ്മൾ പറയുന്നു ആൾ ഭയങ്കര ക്രൂരനായിരുന്നു, ഉപദ്രവിച്ചു എന്നൊക്കെ നമ്മൾ പറയുമെങ്കിലും ആളിന്ന് ജീവനോടെ ഇല്ലാത്ത ആളെ സംബന്ധിച്ചിടത്തോളം നമ്മളത് പറയുമ്പോൾ അത് ആ ഫാമിലിയുടെ കണ്ണിൽ കൂടെ നോക്കുമ്പോൾ അത് അവരെ സംബന്ധിച്ചിടത്തോളം അത് അവരെ ഹ്യൂമിലേറ്റ് ചെയ്യുന്നതിന് തുല്യമാണ്. അതാണ് അതിലെ പ്രശ്നം വരുന്നത്. ഓക്കെ, നമുക്ക് എങ്ങനെയാണോ നിമിഷ പ്രാധാന്യമുള്ള ആളായിട്ട് മാറുന്നത്, അതേപോലെയാണ് അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ കൊല്ലപ്പെട്ട ആൾ. അപ്പോൾ ആ ഒരു ഹ്യൂമൻ ടു ഹ്യൂമൻ ഡിഗ്നിറ്റി എന്ന് പറയുന്ന ഒരു സംഗതി, അത് കൊലപാതകയായാലും ശരി ഇരയായാലും ശരി, അത് നമ്മൾ കണക്കിലെടുത്തിട്ട് വേണം നമ്മൾ ഇതിനകത്ത് മുന്നോട്ട് പോകാൻ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ്? പരസ്പരം ഹ്യൂമിലേറ്റ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ കാണുന്നത് എന്താണ്? ഇത് നിമിഷയെ രക്ഷിക്കാൻ വേണ്ടി നിമിഷയെ ചെയ്തിട്ടുള്ള കുറ്റകൃത്യം അത് ഇനി എന്തിൻ്റെ പേരിലായാലും അത് ലഘൂകരിക്കാൻ വേണ്ടിയിട്ട് അപ്പുറത്ത് നിൽക്കുന്ന ആളെ നമ്മൾ ഇകഴ്ത്തി കാണിക്കുന്ന ഒരു രീതിയും കൂടിയാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ ആണ് ഇവിടെ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നടക്കുന്നത്. ഇപ്പോൾ ചില നവാസ് ജാനെ പോലെയൊക്കെയുള്ള ഇതുപോലെ ഇസ്ലാമിനെ കൊന്നുകുഴിച്ചു മൂടിക്കൊണ്ട് നടക്കുന്ന വിശ്വാസിയാണ് ഇതേപോലെയുള്ള ആളുകൾ. ഇവരൊക്കെ അവിടെ പോയി അറബിയിലാണ് പോസ്റ്റ് ഇട്ട് വെച്ചിരിക്കുന്നത്. നിങ്ങൾ ഇതെന്താണ് സംഭവിച്ചെന്നറിയോ, നിമിഷം ഇങ്ങനെയാണ് ചെയ്തത്, അയാൾ ഇങ്ങനെയാണ് ചെയ്തത് എന്നൊക്കെ പറഞ്ഞ് അതിൻ്റെ താഴെ പോയി അറബിയിൽ പോസ്റ്റ് ഇട്ട് കൊടുക്കുമ്പോൾ ഇത് സത്യത്തിൽ എന്താണ് ഇതുകൊണ്ട് അവർക്ക് ലഭിക്കുന്ന ഒരു മെസ്സേജ് എന്ന് പറയുന്നത്? യെസ്, അതൊക്കെ വളരെ റോങ് ആയിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ നമ്മളിതിനെ ഈ വിഷയത്തിൽ അവർക്ക് വേണ്ടിയിട്ടോ നിമിഷിക്ക് വേണ്ടിയിട്ടോ പറഞ്ഞാൽ അത് രണ്ടും പ്രശ്നമായിട്ട് വരുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. ഇപ്പം നമ്മൾ കൈക്കൊള്ളേണ്ടത് ഒരു ശാന്തതയാണ്. ഇതിനകത്ത് ആ പ്രശ്നം പരിഹരിക്കപ്പെടാനുള്ള യഥാർത്ഥ വഴികൾ, ഇനി ആ വഴിയിൽ എന്തെങ്കിലും കാന്തപുരത്തിന് ചെയ്യാൻ പറ്റുമെങ്കിൽ അതാൾ ചെയ്യട്ടെ. പക്ഷേ അതിൻ്റെ മുന്നേ സ്വന്തം ലെറ്റർ പാഡുമായിട്ട് ഇറങ്ങി തിരിക്കരുത്, അത് വാടകയ്ക്ക് കൊടുക്കുകയും ചെയ്യരുത് എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. കാരണം അത് ഇവിടെ വലിയ പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട്. അതില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ചർച്ച ഇവിടെ ഉണ്ടാവുമായിരുന്നു? ഇല്ല. അങ്ങനെ ഉണ്ടാകുമായിരുന്നുണ്ടെങ്കിൽ ഇത് 14-ാം തീയതി തന്നെ നമുക്ക് ഈ ചർച്ച ചെയ്തുകൂടായിരുന്നു. എന്തുകൊണ്ടാണ് ഇത് അറിയുന്ന ഈ ഓർഡർ നേരത്തെ തന്നെ കൈപ്പറ്റിയിട്ടുള്ള ആളുകൾ ഇത് പുറത്ത് വിട്ടിട്ട് ഇതിൻ്റെ മുകളിൽ ഈ ആഘോഷം നടത്താതിരുന്നത്?
അവർക്ക് അതിൻ്റെ ആവശ്യമില്ലാത്തതുകൊണ്ടാണ്. അത് ചെയ്താൽ ഇത് കൊളാവുമെന്ന് അറിയുന്നതുകൊണ്ടാണ്, അവർ റെസ്പോൺസിബിൾ ആയതുകൊണ്ടാണ്. ഇപ്പോൾ അവരുടെയും കൂടി ആ എഫേർട്ടിനെയാണ് ഇവിടെ വെള്ളത്തിലാക്കിയിരിക്കുന്നത്. അതാണ് എനിക്കിതിനകത്തുള്ള പ്രശ്നം. അതാണ്. അല്ലാതെ കാന്തപുരം എന്നല്ല, XYZ ആര് തന്നെ ഈ വിഷയത്തിൽ ഇടപെട്ട് ഇതിനകത്തൊരു ജീവൻ രക്ഷിക്കാൻ ഇറങ്ങി തിരിച്ചാൽ അതിനോട് നമുക്ക് ബുദ്ധിമുട്ടൊന്നും പറയാനില്ല. പക്ഷേ ഓവർ ഗ്ലോറിഫിക്കേഷൻ നടത്തി ആള് വെള്ളരിപ്രാവ് ആയതുകൊണ്ടാണ് ഇത് ചെയ്തത് എന്ന് വരുമ്പോഴാണ് നമ്മളവിടെ പറയുന്നത് ഏത്, അതായത് ഇവിടെ ബാലൻ നായർ തട്ടിക്കൊണ്ടുപോയ പെണ്ണിനെ രക്ഷിക്കാൻ TG രവിനെ കൂട്ടുപിടിക്കുന്നതിന് തുല്യമായിട്ട് എനിക്ക് ആ നിലയ്ക്ക് നോക്കുമ്പോൾ അതിനെ കാണാൻ പറ്റുള്ളൂ. പക്ഷേ എല്ലാവരും എടുക്കുന്ന എഫേർട്ടിൽ എന്തെങ്കിലും ഒരു റോള് കാന്തപുരത്തിനോ XYZ ഉണ്ടെങ്കിൽ അതവർ ചെയ്യുന്നതിനോട് നമുക്ക് എതിർപ്പൊന്നുമില്ല. പക്ഷേ കാന്തപുരം ഇല്ലായിരുന്നു എന്നുണ്ടെങ്കിൽ രാജ്യം തോറ്റെടുത്ത് കാന്തപുരം ജയിച്ചു എന്നൊക്കെ പറഞ്ഞു വെക്കുമ്പോൾ അത് കുറച്ച് പ്രശ്നം തന്നെയാണ്. അവിടെ നമുക്ക് ഇടപെടേണ്ടി വരും, അതിനെക്കുറിച്ച് നമുക്ക് ക്രിറ്റിസിസം വെക്കേണ്ടിയും വരും എന്നുള്ളത് തന്നെയാണ്. തീർച്ചയായിട്ടും വളരെ വ്യക്തമാണ്. എന്തായാലും നിഷപ്രിയയുടെ കാര്യത്തിൽ അസന്നിഗ്ധാവസ്ഥയാണുള്ളത്. എന്താണ് സംഭവിക്കുക എന്ന് നമുക്കിനി വരുന്ന ദിവസങ്ങൾ മാത്രമേ അറിയുള്ളൂ. ആകെ എന്റെ കൺസേൺ അമ്മയുടെ കാത്തിരിക്കണം. ആകെ എന്റെ കൺസേൺ അമ്മയുടെ കരച്ചിൽ മാത്രമേ ഉള്ളൂ. ഒരു നിരക്ഷരയായ ഒരു സ്ത്രീ എത്രയോ നാളുകളായി സ്വന്തം മകൾ, അതൊക്കെ കാണുമ്പോഴാണ് നമ്മൾക്ക് വിഷമമാവുന്നത്. എന്തായാലും കാന്തപുരം ഉൾപ്പെടെയുള്ള ആളുകൾ ചെയ്തതിൽ അപക്വമായ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഒരുപാട് നന്ദി ആരിഫ് മറുനാടിനോട് സംസാരിച്ചു. താങ്ക് യു സോ മച്ച്. താങ്ക് യു.